കർണാടകയിലെ തീർത്ഥാടന നഗരമായ നഞ്ചനഗുഡുവിലെ പുരാതന ശിവക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം അഥവാ നഞ്ചുണ്ടേശ്വര ക്ഷേത്രം. കാവേരി നദിയുടെ പോഷക നദിയായ കബനി നദിയുടെ വലത് കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നഞ്ചൻഗോഡ് അഥവാ നഞ്ചനഗുഡു ദക്ഷിണകാശി എന്ന പേരിലും അറിയപ്പെടുന്നു. കന്നഡയിൽ നഞ്ചു എന്നാൽ വിഷം കലർത്തു എന്നാണ് അർത്ഥമാക്കുന്നത്. നഞ്ചുണ്ടേശ്വര എന്ന പേരിൻ്റെ അർത്ഥം വിഷം കുടിച്ച ദൈവം എന്നാണ്. ശിവനെയാണ് ഇത് പ്രതീകവൽക്കരിക്കുന്നത്. പട്ടണത്തിന് നഞ്ചനഗുഡു എന്ന പേര് അങ്ങനെയാണ് ലഭിച്ചത്. ക്ഷേത്രത്തിൻ്റെ ദൊഡ്ഡജാത്ര ഉത്സവം ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു. രഥബീതി എന്നറിയപ്പെടുന്ന പാതയിലൂടെ ഭക്തർ വലിക്കുന്ന 5 വർണ്ണാഭമായ രഥങ്ങൾ മേളയിലെ ആഘോഷങ്ങളിൽ ഉൾപ്പെടുന്നു. 9 നിലകളും 120 അടി ഉയരവുമുള്ള ക്ഷേത്ര ഗോപുരവും അതിൻ്റെ വിപുലമായ പുറം ഭാഗവും മൈസൂർ രാജാവായ കൃഷ്ണരാജ ഒഡയാർ മൂന്നാമൻ്റെ രാജ്ഞിയായ ദേവരാജമ്മണിയാണ് നിർമ്മിച്ചത്. ശിവപുരാണത്തിൽ നഞ്ചൻഗുഡിനെ ശ്രീകേരളപുരി എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ശിവൻ്റെ വാസസ്ഥലമാണ് ഐതിഹാസികമായ ഈ പുണ്യസ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒട്ടേറെ കഥകളും ഐതിഹ്യങ്ങളും ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ രാജകീയ ആന അന്ധതയാൽ ബുദ്ധിമുട്ടിയപ്പോൾ തൻ്റെ മന്ത്രിയായ ശ്രീ പൂർണ്ണയ്യയുടെ നിർദ്ദേശപ്രകാരം ടിപ്പു ആനയെ നഞ്ചുണ്ടേശ്വര സ്വാമി ക്ഷേത്രത്തിലേക്ക് അയച്ച് 48 ദിവസത്തെ ആചാരങ്ങൾ നടത്തി എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ആനയുടെ കാഴ്ച തിരിച്ചു കിട്ടുകയും അതിൻ്റെ നന്ദി സൂചകമായി ടിപ്പു സുൽത്താൻ മരതകപ്പച്ച ശിവലിംഗം അർപ്പിക്കുകയും ശിവനെ ഹക്കീം നഞ്ചുണ്ട അഥവാ രോഗശാന്തിക്കാരൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. ഗംഗാ രാജവംശത്തിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം. എന്നാൽ അതിൻ്റെ വികാസത്തിനും ഇന്നത്തെ മഹത്വത്തിനും കാരണം ചോളന്മാർ, ഹൊയ്സാലന്മാർ, മൈസൂരിലെ വൊഡയാർ രാജാക്കന്മാർ എന്നിവരുടെ സംഭാവനകളാണ്. ഗംഗന്മാർ ആദ്യം ഒരു ചെറിയ ക്ഷേത്രം സ്ഥാപിച്ചപ്പോൾ ചോളന്മാരും ഹൊയ്സാലന്മാരും കാര്യമായ വാസ്തുവിദ്യ കൂട്ടിച്ചേർക്കലുകൾ നടത്തി. ക്ഷേത്രത്തിൻ്റെ പ്രമുഖ രക്ഷാധികാരികളായ വൊഡയാർമാർക്കാണ് മനോഹരമായ ഗോപുരവും നിരവധി മണ്ഡപങ്ങളും നിർമ്മിച്ചതിൻ്റെ ബഹുമതി. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രാചീനമായ ശില്പവിദ്യകളും ഏറ്റവും പുതിയ കാലഘട്ടത്തിൻ്റെ ശില്പവിദ്യകളും കൂടിച്ചേർന്ന ഒരു രസതന്ത്രം നമുക്ക് അനുഭവവേദ്യമാണ്. രാമായണം, മഹാഭാരതം, ശിവപുരാണം തുടങ്ങി നിരവധി പുരാണ കൃതികളെ ആസ്പദമാക്കിയിട്ടുള്ള ദേവശില്പങ്ങളും കൂടാതെ നിരവധി ശിലാലിഖിതങ്ങളും പ്രാചീന ഭാഷയിലുള്ള ശിലാലിഖിതങ്ങളും ഇവിടെ കാണപ്പെടുന്നുണ്ട്. ശില്പ ഭംഗി കൊണ്ട് മനോഹരമായ 4ഓളം രഥങ്ങൾ ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. നിലവിൽ പൂജ നടക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഒട്ടേറെ ഭക്തജനങ്ങളും ഇവിടെ നിത്യ സന്ദർശകരായി എത്തുന്നുണ്ട്. കൂടാതെ വിനോദസഞ്ചാരികളും കലാവിദ്യാർത്ഥികളും കലാഗവേഷകരും ചരിത്ര ഗവേഷകരുമൊക്കെ എത്തിച്ചേരുന്ന ഒരിടം കൂടിയാണ് മൈസൂരിനടുത്തുള്ള ഈ ക്ഷേത്ര സമുച്ചയം. പഴമയുടെയും പുതുമയുടെയും ശില്പവൈചിത്ര്യങ്ങൾ നമുക്ക് ഇവിടെ ദർശിക്കാൻ കഴിയും.